ദില്ലി സമരത്തിന്റെ പേരിൽ സിജെപി പ്രവർത്തകരെ പോലീസ് വ്യാപകമായി വേട്ടയാടുന്നുവെന്ന് സിജെപി നേതാക്കൾ. സർക്കാർ നൽകിയ ഉറപ്പുകൾ അടിയന്തരമായി പാലിക്കണം. സർക്കാർ വാക്ക് പാലിച്ചില്ലെങ്കിൽ ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്നും സിജെപി നേതാക്കളുടെ മുന്നറിയിപ്പ്. जब 25 तारीख को हम लोगों ने कॉल ऑफ किया ये प्रोटेस्ट, हमारी आशंका थी कि शायद फ्यूचर में जब थोड़ा सा मोमेंटम कम हो जाए या थोड़ा ये प्रोटेस्ट का जो माहौल है वो थोड़ा गिर जाए, उसके बाद शायद ये सरकार इंडिविजुअल लेवल पे लोगों को टारगेट करना शुरू करे. एंड ये बहुत क्रेडिबल एप्रीहेंशन है, क्योंकि आपने देखा होगा दूसरे प्रोटेस्ट में भी सेम प्लेबुक यूज़ किया गया है. दूसरे जो पहले अच्छे प्रोटेस्ट रहे हैं, बड़े प्रोटेस्ट रहे, उसमें ऐसे ही लोगों को इंडिविजुअली टारगेट करके फंसाया गया झूठे मुकदमों में. तो कॉकरोच जनता पार्टी सारे छात्रों के लिए शुरू से डे 1 से उनको लीगल हेल्प एंड जो अभी मेडिकल हेल्प सब कुछ प्रोवाइड कर रही है. लॉयर से भी कोऑर्डिनेट करके उन लोगों को देश भर में हेल्प कर रही है. സിജെപി സമരം അവസാനിപ്പിച്ചിട്ടും പോലീസ് വ്യാപകമായി സിജെപി പ്രവർത്തകരെ വേട്ടയാടുന്നുവെന്നാണ് ഇപ്പോൾ സിജെപി നേതാക്കൾ വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് ഫെമിന കൂടി ചേരുന്നുണ്ട്. ഫെമിന, ഈ സിജെപി സമരം അവസാനിപ്പിച്ചിട്ടും പോലീസ് വ്യാപകമായി ഈ സിജെപി പ്രവർത്തകരെ വേട്ടയാടുന്നുവെന്നാണ് ഇപ്പോൾ സിജെപി വക്താക്കൾ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സർക്കാർ നൽകിയ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ഇവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളുണ്ട്. ഈ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ധനസഹായം നൽകണം, വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് ധനസഹായം നൽകണം തുടങ്ങി ഇവർ കുറച്ച് ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വച്ചിരുന്നു. ആ ആവശ്യങ്ങളെല്ലാം സർക്കാർ അംഗീകരിക്കണം, അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. ഇല്ലെങ്കിൽ വീണ്ടും ഒരു പ്രതിഷേധവുമായി അല്ലെങ്കിൽ വീണ്ടും ഒരു നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ സിജെപി അറിയിച്ചിട്ടുള്ളത്. എന്താണ് അവന്തിക, കഴിഞ്ഞ 25-ാം തീയതി ഈ സമരം സിജെപി അവസാനിപ്പിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ വലിയ ഉറപ്പാണ് ഫെമിന, തുടരാം. കഴിഞ്ഞ 25-ാം തീയതി സമരം അവസാനിക്കുമ്പോൾ കേന്ദ്രം ഇത്തരത്തിൽ സിജെപി വക്താക്കൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. പ്രധാനമായും ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുക്കില്ല, അങ്ങനെ നിയമ നടപടികൾ ഒന്നും ഉണ്ടാകില്ല എന്ന ഉറപ്പ് കേന്ദ്രമന്ത്രി JP നദ്ദ അതുപോലെ തന്നെ ജിതേന്ദ്ര സിംഗ് എന്നിവർ ഈ സിജെപി വക്താക്കൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു കഴിഞ്ഞ 25-ാം തീയതി രാജ്യവ്യാപകമായി ഇത്തരത്തിൽ വലിയ ഒരു പ്രതിഷേധം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടുകൂടി സിജെപി അവസാനിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ സിജെപി പ്രതിഷേധത്തിൻ്റെ ഭാഗമായവരെ പോലീസ് പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ബീഹാറിലും അതുപോലെ തന്നെ കൊൽക്കത്തയിലും ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അഭിഭാഷകർക്കെതിരെ വരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ സിജെപി രേഖപ്പെടുത്തിയത്. ഇത്തരത്തിൽ കേസെടുത്തവർക്ക് കഴിയാവുന്ന നിയമസഹായങ്ങൾ നൽകുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ സിജെപി വക്താക്കളായിട്ടുള്ള സൗരവ് ദാസ്, അതുപോലെ തന്നെ മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബലിനോടൊപ്പമാണ് മാധ്യമങ്ങളെ കണ്ടത്. സമരം അവസാനിപ്പിച്ചപ്പോൾ തന്നെ ആശങ്കയുണ്ടായിരുന്നു സർക്കാർ ഒറ്റയ്ക്ക് ആളുകളെ ലക്ഷ്യം വെക്കുമോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോരുത്തരെയായിട്ട് സർക്കാർ ആക്രമിക്കുകയാണ്. ഇത് തങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പിൻ്റെ ലംഘനമാണ് എന്നാണ് ഇപ്പോൾ സിജെപി വക്താക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവർക്ക് ഇത്തരത്തിൽ പോലീസ് ലക്ഷ്യം വെക്കുന്ന, പോലീസ് ഇത്തരത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്നവർക്ക് സഹായകരമാകുന്ന തരത്തിൽ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ സിജെപി രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് പത്രസമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ ഒരു വെബ്സൈറ്റ് വഴി നിയമസഹായം ലഭ്യമാക്കാൻ ശ്രമിക്കും. അസമിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ അറസ്റ്റിലായവർക്ക് നിയമസഹായം നൽകി വരികയാണ്. അസമിൽ അഭിഭാഷകർക്ക് ഉൾപ്പെടെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമായും സിജെപി വക്താക്കൾ ഇന്ന് ചൂണ്ടിക്കാട്ടിയ കാര്യമെന്ന് പറയുന്നത് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള 10 പേരാണ് അറസ്റ്റിലായത്. അത്തരത്തിൽ പ്രത്യേക മതവിഭാഗങ്ങളെ സർക്കാർ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ്. ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ കേസ് ഇത്തരത്തിൽ എടുത്തത്.
പട്നയിൽ കൊലപാതക ശ്രമം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായവർ ഭയപ്പെടരുത്, ഈ CJP ഒപ്പമുണ്ട്, നിയമസഹായം ഉറപ്പാക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സാക്ഷി എന്ന പേരിലാണ് ഈ ഒരു വെബ്സൈറ്റ് ഇപ്പോൾ ഇവർ രൂപീകരിച്ചിരിക്കുന്നത്. പോലീസിന്റെ ക്രൂരത പങ്കുവയ്ക്കാനും അതുപോലെ തന്നെ പരാതികൾ, ആവശ്യമായിട്ടുള്ള സഹായം എല്ലാം വെബ്സൈറ്റിൽ പങ്കുവെക്കാം. വീഡിയോയും ചിത്രങ്ങളും ടെക്സ്റ്റുകളും അടക്കം പങ്കുവെക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ CJP വക്താവായിട്ടുള്ള അശുതോഷ് രംഗ എക്സിലൂടെ പ്രതികരിച്ചത് കേന്ദ്രമന്ത്രിമാർ നൽകിയ ഉറപ്പാണ് ലംഘിക്കപ്പെട്ടിരിക്കുന്നത്, കേസുകൾ ഉണ്ടാകില്ല എന്ന് മന്ത്രിമാർ ഉറപ്പ് നൽകിയിരുന്നു. മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലും ഇത് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഉറപ്പ് ലംഘിക്കപ്പെടുകയാണ് എങ്കിൽ വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് തങ്ങൾക്ക് നീങ്ങേണ്ടി വരും എന്ന ഒരു താക്കീത് കൂടിയാണ് കേന്ദ്ര സർക്കാരിന് CJP വക്താക്കൾ നൽകുന്നത്. ഡൽഹി പോലീസ് ഈ കേസ് വിവരങ്ങൾ പങ്കുവെക്കാൻ തയ്യാറാകുന്നില്ല എന്നൊരു ആരോപണവും ഈ CJP വക്താക്കൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ നേരത്തെ ഈ പ്രതിഷേധങ്ങളിൽ CJP നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ ഒരു കേസും ഉണ്ടാകില്ല എന്ന ഉറപ്പിൻ്റെ മേലാണ് ഇത്തരത്തിൽ ഈ CJP പ്രതിഷേധം അവസാനിച്ചെങ്കിൽ പ്രതിഷേധം അവസാനിച്ചതോടെ ഇപ്പോൾ ആളുകളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫെമിന, ഈ പോലീസിന്റെ അതിക്രമങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണോ ഈ സാക്ഷി എന്ന പേരിൽ പുതിയ വെബ്സൈറ്റ് രൂപീകരിച്ചിരിക്കുന്നത്? അത് തീർച്ചയായും മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബലിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സാക്ഷി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് രൂപീകരിച്ചിരിക്കുന്നത്. ഇതിലൂടെ ഒരു നിയമസഹായം, പ്രത്യേകിച്ച് ഈ CJP പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി സർക്കാരിന്റെ അതിക്രമങ്ങൾ നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ പോലീസ് കേസെടുക്കുന്ന നിയമ നടപടികൾ സ്വീകരിക്കുന്നവർക്ക് സഹായകരമാകുന്ന രീതിയിലാണ് ഇപ്പോൾ സാക്ഷി എന്ന പേരിൽ CJP ഒരു വെബ്സൈറ്റ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലൂടെ ഈ വെബ്സൈറ്റിൽ ഈ നിയമസഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭാഗമാകാൻ സാധിക്കും. എല്ലാ വിവരങ്ങളും ഇതിൽ ലഭ്യമാകും. പ്രത്യേകിച്ച് ഈ കേസുകളുടെ വിവരങ്ങൾ, അതുപോലെ തന്നെ ഈ പോലീസ് ക്രൂരതയുടെ ചിത്രങ്ങൾ, പരാതികൾ എല്ലാം ഈ വെബ്സൈറ്റിലൂടെ പങ്കുവയ്ക്കാം. അത്തരത്തിൽ ഈ കപിൽ സിബൽ ഭാഗമായിട്ടുള്ള വലിയൊരു അഭിഭാഷകരുടെ ഗ്രൂപ്പ് തന്നെ CJPക്കുണ്ട്. അതുകൊണ്ട് ആരും ഭയപ്പെടരുത്. തങ്ങളുടെ പരാതികൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചാൽ വേണ്ടപ്പെട്ട സഹായങ്ങൾ ലഭ്യമാക്കാം എന്നാണ് ഇപ്പോൾ CJP വക്താക്കൾ പറഞ്ഞിരിക്കുന്നത്. അസമിലും അതുപോലെ തന്നെ ബീഹാറിലുമാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഇത് പിൻവലിക്കാൻ തയ്യാറാകണം. പ്രത്യേകിച്ച് കൊൽക്കത്ത സർക്കാരിനോടും അതുപോലെ തന്നെ ബീഹാർ സർക്കാരിനോടും വലിയ തരത്തിലുള്ള ഒരു താക്കീതാണ് CJP നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ഉറപ്പ് ലംഘിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് CJPക്ക് പോകേണ്ടി വരും എന്നൊരു താക്കീതാണ് ഇപ്പോൾ CJP വക്താക്കൾ നൽകിയിരിക്കുന്നത്. ശരി, ഫെമിനയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.